ശാസ്ത്രലോകം വളരെ വേഗത്തിലാണ് കുതിക്കുന്നത്. അത്തരത്തിൽ ലോകത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം. വർഷം 30,000 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കുന്ന ഫാക്ടറിക്ക് സമാനമായ രീതിയാണ് എക്ടാലൈഫ് എന്ന ആശയം തുറന്നു വെക്കുന്നത്. കൃത്രിമ ഗർഭധാരണ സൗകര്യം എന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകൾക്കും വന്ധ്യതയുള്ള ദമ്പതികൾക്കും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും മാസം തികയാതെയുള്ള ജനനം കുറയ്ക്കാനും ജനസംഖ്യ കുറയുന്നതിനെ ചെറുക്കാനും കണ്ടുപിടുത്തം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ബെർലിൻ ആസ്ഥാനമായുള്ള ബയോടെക്നോളജിസ്റ്റും സയൻസ് കമ്മ്യൂണിക്കേറ്ററുമായ ഹാഷിം അൽ ഖൈലിയുടേതാണ് ഈ നവീന ആശയം. ഇത് ലോകമെമ്പാടുമുള്ള ഗവേഷകർ നടത്തിയ 50 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയതാണെന്നും ഇനി മുതൽ പതിറ്റാണ്ടുകൾക്കുള്ളിൽ അത്തരം ജനന ബാഗുകൾ വ്യാപകമാകുമെന്നും ഹാഷിം പറയുന്നു. ഈ പ്രക്രിയയിൽ IVF രീതി ഉപയോഗിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിന്റെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നതിനായാണ് ബയോ ബാഗുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരം ബയോ ബാഗുകളിലാണ് കുഞ്ഞ് വളരുക. ഹൃദയമിടിപ്പ്, മിതശീതോഷ്ണാവസ്ഥ, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ കുഞ്ഞിന്റെ സുപ്രധാന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ബയോ ബാഗിൽ സെൻസറുകൾ ഘടിപ്പിക്കും. ശിശുവിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ആകെയുള്ള വളർച്ചാ പ്രക്രിയ നിരീക്ഷിക്കുന്നതിനുമായി AI പവർ ക്യാമറയും ബാഗിൽ സജ്ജീകരിക്കും. ബാഗിനുള്ളിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നതിന് മാതാപിതാക്കൾക്ക് ഒരു ആപ്ലിക്കേഷൻ നൽകുകയും ചെയ്യും. അതിനാൽ തന്നെ കുഞ്ഞിന്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും കാണാനുള്ള അവസരം രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നു. മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുമെന്നതും നേട്ടമാണ്. ഏറ്റവും പ്രായോഗികവും ജനിതകപരമായി എല്ലാ ഗുണങ്ങളും ഉള്ളതുമായ ഭ്രൂണം തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയും. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ നിറം, മുടിയുടെ നിറം, ചർമ്മത്തിന്റെ നിറം, ശാരീരിക ശക്തി, ഉയരം, പാരമ്പര്യ രോഗങ്ങൾ ഇല്ലാതാക്കൽ എന്നിവയുൾപ്പെടെയുള്ള സ്വാഭാവിക സവിശേഷതകൾ ജീൻ എഡിറ്റിംഗിലൂടെ ഇഷ്ടാനുസൃതമാക്കാൻ ഈ ആശയത്തിലൂടെ സാധിക്കുന്നതാണ്. ജനിതകപരമായി തങ്ങളുടെ കുഞ്ഞിനെ രൂപകൽപ്പന ചെയ്യാൻ മാതാപിതാക്കൾക്ക് അവസരം ലഭിക്കുകയും കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളാകാനും കഴിയും എന്നതും നേട്ടമാണ്. ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പഠനമാണിതെന്നും പ്രസവ സങ്കീർണതകളിൽപ്പെട്ട് മരണമടയുന്ന കണക്കുകൾ ഭീകരമാണെന്നും അത് കുറയ്ക്കാൻ പഠനം സഹായിക്കുമെന്നതും വലിയ കാര്യമായി തുടരുമ്പോഴും തെറ്റായ രീതിയിലൂടെ വിഷയം കടന്നുപോകുമോ എന്നും ശാസ്ത്രലോകം ഭയപ്പെടുന്നുണ്ട്. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.